രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. രാമദർശനത്താൽ നിനക്ക് സകല പാപങ്ങളും അകന്ന് നീ വീണ്ടും ഔന്നത്യങ്ങളിൽ എത്തിച്ചേരും. ആ രാമൻ ആരെന്നറിയൂ? ദുരാധർഷ, ആർക്കും ആക്രമിക്കാൻ കഴിയാത്തവനാണ്. ഈ ലോകത്തിൽ ആര് തന്നെ വിചാരിച്ചാലും, മനുഷ്യരായാലും മൃഗങ്ങളായാലും ദാനവാദികളായാലും അവർക്ക് ആർക്കും രാമനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ സാധ്യമേ അല്ല. അങ്ങനെയുള്ള ഒരാളേ ഉള്ളൂ, അത് പരമാത്മാവാണ്. രാമൻ ദുരാധർഷനാണ് എന്ന് പറയുമ്പോഴേക്കും അതിനർത്ഥം രാമൻ പരമാത്മാവ് തന്നെ എന്നാണ്. എന്തുകൊണ്ടാണ് രാമൻ വരുമ്പോഴേക്കും അഹല്യയ്ക്ക് ശപമോചനം കൈവരുന്നത്? രാമൻ പരമാത്മാവ് ആയതുകൊണ്ട് എന്ന് ഇതിനകത്ത് ഗൗതമൻ സൂചിപ്പിച്ചു വെച്ചിരിക്കുന്നു. അഹല്യയ്ക്ക് ഗൗതമന്റെ ഈ വാക്കുകൾ മനസ്സിലാവുകയും ചെയ്യും. അന്ന് നിനക്ക് സകല പാപവും തീർന്ന് ഈ പരിതാപകരമായിരിക്കുന്ന അവസ്ഥയിൽ നിന്നൊരു മോചനം ഉണ്ടാകും. അന്ന് നീ എന്ത് ചെയ്യണം? തസ്യ ആതിഥ്യേന ദുർവൃത്തെ ലോഭ മോഹ വിവർജിത മത്സകാശം മുദായുക്ത സ്വം വപുർധാരയിഷ്യസി. അല്ലയോ അഹല്യേ, നീ ഇപ്പോ തെറ്റായ പ്രവൃത്തികളെല്ലാം ചെയ്തവളാണ്. ആ ദുഷ്കർമ്മങ്ങളുടെ ഫലം നിന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. അങ്ങനെയുള്ള നീ ലോഭത്തെയും മോഹത്തെയും കാമത്തെയും എല്ലാറ്റിനെയും വെടിഞ്ഞ് രാമദർശനത്താൽ രാമനെ കാണാനാകുമ്പോൾ ഇതെല്ലാം അകന്നു പോകും. എങ്ങനെ സൂര്യൻ ഉദിക്കുമ്പോഴേക്കും അന്ധകാരം നീങ്ങിപ്പോകുന്നത് പോലെ ഇതെല്ലാം, ഈ ദോഷങ്ങളെല്ലാം അകന്നു പോകും. അതിഥിയായിട്ട് വന്നു ചേരുന്ന രാമനെ യഥായോഗ്യം നീ പൂജാദികൾ കൊണ്ട് സൽക്കരിക്കണം. അപ്പോഴേക്കും ഈ പാപങ്ങളെല്ലാം അകലും. നിന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയും. നിന്റെ ജീവിതം ആനന്ദമയമായി തീരും. നേരത്തെ ഏത് പ്രകാരത്തിലാണോ ഈ ആശ്രമത്തിൽ നീ കഴിഞ്ഞിരുന്ന അതേ പ്രകാരത്തിലായിത്തീരും നിന്റെ ജീവിതം. അങ്ങനെ നീ എന്റെ അടുത്ത് മത്സകാശം, എന്റെ അടുത്ത് എത്തിച്ചേരും. ആ അവസരത്തിൽ നിനക്ക് ഈ അവസ്ഥ വരുന്നതിന് മുമ്പുള്ളതായ രൂപം, പവിത്രമായിരിക്കുന്ന അത്യന്ത സുന്ദരമായിരിക്കുന്ന ദിവ്യമായിരിക്കുന്ന രൂപം നിനക്ക് കൈവരും. ആ രൂപവും ധരിച്ചുകൊണ്ട് എന്റെ സമീപത്ത് മത്സകാശം, എന്റെ സമീപത്ത് നീ എത്തിച്ചേരും. അങ്ങനെ നിന്റെ മനസ്സ് പരമാത്മാവിൽ ഉറച്ച്, ഞാനാണ് പരമാത്മാവ്, ആ ജ്ഞാനാനന്ദങ്ങളുടെ പൂർണ്ണ പ്രഭയോടുകൂടിയിട്ട് ജീവിതം നീ ധന്യമാക്കി തീർക്കും എന്നിങ്ങനെ ഗൗതമ ഋഷി, അല്ലയോ രാമ, അഹല്യയോട് പറഞ്ഞു. എന്നിട്ട് ഗൗതമ ഋഷി ഉടനെ തന്നെ ഹിമവത് ശിഖരേ രമ്യേ, രമ്യമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഹിമവാനിലേക്ക് പോയി അതിന്റെ ഒരു ശിഖരത്തില്, അതിന്റെ ഒരു കൊടുമുടിയില് തപസ്തേവേ മഹാതപാഹ, മഹാതപസ്യായിരിക്കുന്ന ഗൗതമ ഋഷി അവിടെ ചെന്ന് തപസ് ആരംഭിച്ചു. 1000 ആണ്ടുകൾ പലത് കഴിഞ്ഞു, അല്ലയോ രാമ. അനേകം 1000 വർഷങ്ങൾ കഴിഞ്ഞു. എത്രയെന്ന് പറയാൻ നിവർത്തിയില്ല. ബഹൂനി എന്നാണ് വിശ്വാമിത്രൻ തന്നെ പറയുന്നത്. അനേകം 1000 ആണ്ടുകൾ കടന്നു. ഗൗതമ ഋഷി പറഞ്ഞ അതേ പ്രകാരത്തില് അല്ലയോ രാമ, അഹല്യ ഇതിനുള്ളിൽ കുടികൊള്ളുന്നു. ഈ ലോകത്തിൽ ആർക്കും അഹല്യയെ കാണാനാവില്ല. ആ അഹല്യയെ കാണാൻ അല്ലയോ രാമ നിനക്ക് സാധിക്കും. നമുക്ക് അഹല്യയുടെ സമീപത്തേക്ക് പോകണം.
താരേനം മഹാഭാഗാം അഹല്യാം ദേവരൂപിണീം. വിശ്വാമിത്രൻ രാമനോട് പറയുന്ന വാക്യാണിത്. അല്ലയോ രാമ, ആ അഹല്യയെ നീ മോചിപ്പിക്കുക, ഈ ദുഃഖ സമുദ്രത്തിന്റെ മറുകരയിലെത്തിക്കുക, ഈ പാപങ്ങളിൽ നിന്ന് വിമുക്തയാക്കി തീർക്കുക. ആ അഹല്യയെ ഏറ്റവും ഉയർന്ന ആത്മജ്ഞാനത്തിന്റെ മണ്ഡലത്തിലേക്ക് നീ എത്തിക്കുക. മഹാഭാഗ്യശാലിനിയാണ് അഹല്യ, മഹാതപസ്സിന്റെ ഉടമയുമാണ് അഹല്യ. അങ്ങനെയുള്ള അഹല്യയെ ദേവരൂപിണിയായിരിക്കുന്ന അഹല്യ. ദേവന്മാര് പ്രകാശസ്വരൂപരാണ്. മനുഷ്യ ജീവിതം പോലെയല്ല അവരുടെ അവസ്ഥ. അവരുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവും ഒക്കെയായിട്ടുള്ള സാഹചര്യങ്ങൾ, കഴിവുകൾ, അത് പ്രകാശരൂപമാണ്. അങ്ങനെ ദേവരൂപിണിയായിരിക്കുന്ന ആ അഹല്യയെ, അല്ലയോ രാമ, നീ താരയേനാം, ഇവളെ നീ ഈ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുക. ഇങ്ങനെ വിശ്വാമിത്രന്റെ വാക്ക് ശ്രുത്വാ, കേട്ടിട്ട് രാഘവ സഹലക്ഷ്മണ, ശ്രീരാമചന്ദ്രൻ തന്നെ അനുജനായിരിക്കുന്ന ലക്ഷ്മണനോടൊപ്പം ആ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എങ്ങനെ? വിശ്വാമിത്രം പുരസ്കൃത്യ, വിശ്വാമിത്രനെ മുൻനടത്തി. അദ്ദേഹമാണ് വഴികാട്ടേണ്ടത്, അദ്ദേഹമാണ് ഗുരുനാഥൻ. ഗുരുനാഥൻ മുന്നാലെ നടക്കണം, ശിഷ്യന്മാര് പുറകെയാണ് ചെല്ലുക. അങ്ങനെ വിശ്വാമിത്രനെ മുൻനടത്തിയിട്ട് രാമൻ വിശ്വാമിത്രന്റെ പിന്നാലെ ലക്ഷ്മണനോടൊപ്പം ആശ്രമം പ്രവിവേശ, ആശ്രമത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. അങ്ങോട്ട് പ്രവേശിക്കുമ്പോഴോ ദദർശജ മഹാഭാഗം തപസ ദ്യോതിത പ്രഭാം, കണ്ടു ആ അഹല്യയെ, മഹാഭാഗ്യശാലിനിയായ മഹാതപസ്വിനിയായിരിക്കുന്ന, തപസ്സിന്റെ വില ഉള്ളവളായ ആ അഹല്യയെ നേരിട്ട് കണ്ടു. ഇത്രയും കാലത്തെ ആ കഠിനമായ തപസ് അഹല്യയെ, ആ തപസ്സിന്റെ ബലം അഹല്യയെ പാപത്തിൽ നിന്നിട്ട് പൂർണ്ണമായും മോചിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഉയർത്തി കൊണ്ടുവന്നു കഴിഞ്ഞിരിക്കുന്നു. രാമ ദർശനത്തിനുള്ളതായ ശക്തിയെ അവൾക്ക്, സൗഭാഗ്യത്തെ അവൾക്ക് പകർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതാ രാമൻ മുന്നിൽ വന്നു നിൽക്കുന്നു. അഹല്യ രാമനെ കാണുന്നതിന് മുമ്പേ രാമൻ അഹല്യയെ കാണുന്നു. നാം ഭഗവാനെ ഉപാസിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമുക്ക് ദർശനം തരുന്നതിന് മുമ്പ് ഭഗവാൻ നമ്മെ ദർശിക്കും. ഭഗവാന്റെ ദർശനം, അദ്ദേഹത്തിന്റെ നോട്ടം നമ്മുടെ പുറത്തു വരും. അത് കഴിഞ്ഞാണ് നമുക്ക് അദ്ദേഹത്തെ ദർശിക്കാൻ അവസരം തരിക. അത്ര കണ്ട് കൃപാമയനാണ് ഭഗവാൻ. രാമൻ ലക്ഷ്മണനോടൊപ്പം അതേപോലെ തന്നെ ഗുരുനാഥനോടൊപ്പം അഹല്യയെ കണ്ടു. ദദർശച മഹാഭാഗം, എങ്ങനെയുള്ള ആ അഹല്യ തപസ ദ്യോതിത പ്രഭാം, തന്റെ തപസ്സിന്റെ ബലം കൊണ്ട് പ്രകാശിക്കുന്നവളായ, നാലുപാടും പ്രകാശകിരണങ്ങളെ വ്യാപിപ്പിക്കുന്നവളായ ആ അഹല്യയെ നേരിട്ട് കണ്ടു. അവളെ മറ്റുള്ളവർക്ക് കാണാൻ പറ്റുമോ? ലോകൈരവി സമാഗമ്യ ദുർനിരീക്ഷ്യം സുരാസുരൈഹി, സുരന്മാർക്കും അസുരന്മാർക്കും ആർക്കും തന്നെ അവളെ കാണാനാവില്ല. രാമനും ലക്ഷ്മണനും അവർ രണ്ടുപേരും പരമാത്മാവിന്റെ തന്നെ അവതാരങ്ങളാണ്. അതേപോലെ തന്നെ പരമാത്മ സ്വരൂപനായിരിക്കുന്ന ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന വിശ്വാമിത്രനും, അവർക്ക് മാത്രമേ അഹല്യയെ കാണാൻ പറ്റൂ. അങ്ങനെ പ്രഭാവശാലികളെന്ന് നാം കരുതിയിരിക്കുന്ന സുരാസുരന്മാർക്ക് പോലും കാണാൻ കഴിയാത്ത അഹല്യയെ കണ്ടു. അഹല്യയെ കണ്ടിട്ട് ആ അഹല്യയുടെ സമീപത്തേക്ക് ചെന്നു. അഹല്യയുടെ സമീപത്ത് ചെന്നിട്ട് രാമനും ലക്ഷ്മണനും അഹല്യയെ നമസ്കരിക്കുകയാണ്. ഇപ്പൊ ഇതാ അഹല്യയുടെ ശാപം അവസാനിക്കുന്ന സമയം വന്നു ചേർന്നിരിക്കുന്നു. രാഘവൗതു തഥാ തസ്യാഹ പാദൗ ജഗൃഹതുർമുദ, രാഘവന്മാർ രണ്ടുപേരും, രഘുവിന്റെ വംശത്തിൽ പറഞ്ഞവൻ രാഘവൻ. രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ഒക്കെ രാഘവന്മാരാണ്. ദശരഥനും രാഘവൻ തന്നെ. ഇവിടെ രണ്ട് രാഘവന്മാരുണ്ട്. ആരൊക്കെയാ? രാമനും ലക്ഷ്മണനും. ആ രണ്ട് രാഘവന്മാരും കൂടിയിട്ട് തസ്യാഹ, അവളുടെ പാദങ്ങളെ, പവിത്രമായിരിക്കുന്ന പാദങ്ങളെ, ആ അമ്മയുടെ പവിത്രമായിരിക്കുന്ന പാദങ്ങളെ അവർ രണ്ടുപേരും വന്ദിച്ചു.
നമസ്കരിച്ചു, ദണ്ഡനമസ്കാരം ചെയ്തു. സ്വന്തം പാണികൾ കൊണ്ട്, കൈകൾ കൊണ്ട് ആ അമ്മയുടെ പാദങ്ങളിൽ സ്പർശിച്ചു. ആ അവസരത്തിൽ രാമന്റെ കരങ്ങൾ, ലക്ഷ്മണന്റെ കരങ്ങൾ തന്റെ പാദങ്ങളെ തൊട്ടപ്പോഴേക്കും ആ അവസരത്തിൽ അഹല്യ അതറിഞ്ഞു. സ്മരന്തി ഗൗതമവച പ്രതിജഗ്രാഹ സാഹിതവും.